ഭൂഗോളം മൊത്തം അത്ഭുതത്തോടും ആരാധനയോടും നോക്കിക്കണ്ട ഒരു അതുല്യ വിശ്വകലാകാരൻ. അതായിരുന്നു നമ്മുടെ മൈക്കിൾ ജാക്സൺ. സുവർണ ലിപികളിൽ എഴുതിച്ചേർത്ത ഒരു ദൃശ്യ വിസ്മയം തന്നെയാണ് മൈക്കിൾ എന്ന 2026 ഈ ലോക സിനിമ. ഒറിജിനൽ കാസറ്റും CD തന്നെ വാങ്ങിച്ച് അതിൻ്റെ കവറ് പൊട്ടിച്ച് അതിനുള്ള എല്ലാ വാക്കുകളും വായിച്ചു നോക്കി പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. നമസ്കാരം, ലോക സിനിമയിലൂടെ എന്ന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ പണ്ട് കാലത്ത്, നമ്മുടെ കുട്ടിക്കാലത്ത് എന്ന് വെച്ചാൽ 1980-കളിൽ 70-കളിലും ജനിച്ചവർക്ക് അറിയാൻ സാധിക്കും. ആ കാലഘട്ടത്തിൽ തരംഗം സൃഷ്ടിച്ച ഒരു അതുല്യ മനുഷ്യപ്പിറവി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് മൈക്കിൾ ജാക്സൺ, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട MJ. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം രേഖപ്പെടുത്തുന്ന ഒരു ലോക സിനിമ മൈക്കിൾ 2026 ചലച്ചിത്രത്തിലൂടെ. 19-ാം നൂറ്റാണ്ടും 20-ാം നൂറ്റാണ്ടും സാക്ഷ്യം വഹിച്ച ഒരു അതുല്യ മനുഷ്യപ്പിറവി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം കലാസംഗീത രംഗത്ത് ഇത്രമാത്രം ഉന്നതിയിലെത്തിയിട്ടുള്ള മറ്റൊരു മനുഷ്യൻ ഇന്നില്ല. ഭൂഗോളം മൊത്തം അത്ഭുതത്തോടും ആരാധനയോടും നോക്കിക്കണ്ട ഒരു അതുല്യ വിശ്വകലാകാരൻ. അതായിരുന്നു നമ്മുടെ മൈക്കിൾ ജാക്സൺ. അങ്ങനെ ഒരു ജന്മം ഇനി ഉണ്ടാവുകയുമില്ല. കാലം തെളിയിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അദ്ദേഹം തകർത്ത് മുന്നേറിയ റെക്കോർഡുകൾ അനവധിയാണ്, അക്കാലവും ഇക്കാലവും. ഗ്രാമി അവാർഡുകൾ തന്നെ അദ്ദേഹത്തിന് 13 ലഭിക്കുകയുണ്ടായി. ഇതിൽ ഗ്രാമി ലെജൻഡ് അവാർഡ് 1993, ഗ്രാമി ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് 2010 എന്നിവ ഉൾപ്പെടുന്നു. അമേരിക്കൻ മ്യൂസിക് അവാർഡുകൾ AMA അവാർഡ്സ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 26 അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അതിലൂടെ അദ്ദേഹം ആർട്ടിസ്റ്റ് ഓഫ് ദ സെഞ്ച്വറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. AMA ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയ പുരുഷ സോളോ ഗായകനും കൂടെയാണ് നമ്മുടെ മൈക്കിൾ ജാക്സൺ. ബിൽബോർഡ് മ്യൂസിക് അവാർഡുകൾ 40. മ്യൂസിക് ചാർട്ടുകളിൽ അദ്ദേഹം സ്ഥാപിച്ച സമാനതകളില്ലാത്ത ആധിപത്യത്തിനുള്ള അംഗീകാരം. വേൾഡ് മ്യൂസിക് അവാർഡുകൾ 12. 100 ദശലക്ഷത്തിലധികം ആൽബങ്ങൾ വിറ്റഴിച്ചതിന് ലഭിച്ച ഡയമണ്ട് അവാർഡ് 2006. ബ്രിറ്റ് അവാർഡുകൾ 6. 1996 അപൂർവമായി മാത്രം നൽകുന്ന ആർട്ടിസ്റ്റ് ഓഫ് എ ജനറേഷൻ പുരസ്കാരം നൽകി ആദരിക്കുകയുണ്ടായി. 8 MTV വീഡിയോ മ്യൂസിക് അവാർഡുകൾ. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി 1991 പ്രശസ്തമായ വീഡിയോ വാൻഗാർഡ് അവാർഡ് മൈക്കിൾ ജാക്സൺ വീഡിയോ വാൻഗാർഡ് അവാർഡ് എന്ന പേരിൽ പുനർനാമകരണം ചെയ്യപ്പെട്ടു. സാമ്പ്രദായികമായി തുടർന്നു വന്നിരുന്ന സംഗീതത്തിൻ്റെ എല്ലാ ചിട്ടവട്ടങ്ങളെയും തകർത്തെറിഞ്ഞ് സ്വന്തമായി ഒരു വഴി വെട്ടിത്തെളിച്ച് മുന്നേറുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം. അതിന് അദ്ദേഹത്തിൻ്റെ കുടുംബബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളും പല തടസ്സങ്ങളും നിന്നെങ്കിലും ശലഭം എങ്ങനെയാണ് അതിൻ്റെ പ്യൂപ്പ തുറന്ന് പറന്ന് ചിറകടിച്ച് ആകാശങ്ങളിലേക്ക് പറക്കുന്നത് പോലെ വിസ്മയം തന്നെയായിരുന്നു മൈക്കിൾ ജാക്സന്റെ ജീവിതവും. സംഗീതത്തിലൂടെയും ദേഹചലനങ്ങളിലൂടെയും അദ്ദേഹം ജനകോടികളെ തന്നെ അദ്ദേഹത്തിൻ്റെ ആരാധകരാക്കി മാറ്റി. MTV അതേപോലെയുള്ള സംഗീതമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ചാനലുകളും അദ്ദേഹത്തിൻ്റെ വിരൽത്തുമ്പിൽ കിടന്ന് അമ്മാനമാടുന്ന ഒരു രീതിയാണ് ലോകത്തിന് കാണാൻ സാധിച്ചത്. കുട്ടിക്കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ 8ാം ക്ലാസ്സും പ്രീ ഡിഗ്രി ആ കാലഘട്ടത്തിലാണ് MJയുടെ, അത് എൻ്റെ ഒരു വ്യക്തിപരമായ ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. ഏവരുടെയും ഒരു ഭാഗ്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആൽബങ്ങളും കാസറ്റുകളും CDയും എല്ലാം കടകളിൽ പോയി വാങ്ങിച്ച് നമുക്ക് കേൾക്കാനും ആസ്വദിക്കാനും സാധിച്ചു. പൈസ കരുതി വയ്ക്കുമായിരുന്നു, കുടുക്ക പൊട്ടിച്ചും അതേപോലെ വീട്ടിൽ നിന്ന് അറിയാതെ കാശ് എടുത്തിട്ട് വരെ മൈക്കിൾ ജാക്സന്റെ ഒരു കാസറ്റ് വാങ്ങിക്കാനായിട്ട്. ഇന്ന് എനിക്ക് ഓർമ്മയുള്ളത്, തിരുവനന്തപുരത്ത് ലൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു പഴയ കടയുണ്ട്. കാസറ്റുകളും CD ഇവയൊക്കെ ലഭ്യമാകുന്ന ഒരു കടയാണ്. നമ്മൾ ഒറിജിനൽ കാസറ്റും CD തന്നെ വാങ്ങിച്ച് അതിൻ്റെ കവറ് പൊട്ടിച്ച് അതിലുള്ള എല്ലാ വാക്കുകളും വായിച്ചു നോക്കി വളരെ ഒരു ആത്മസന്തോഷത്തോടു കൂടിയാണ് ആ ഒരു കാസറ്റ് ഇട്ട് നമ്മളത് ആസ്വദിക്കുന്നത്. ആ കാലഘട്ടത്തിൽ എനിക്കൊരു കാർ സ്റ്റീരിയോ ഉണ്ടായിരുന്നു. കാർ സ്റ്റീരിയോ എൻ്റെ കട്ടിലിൻ്റെ സൈഡിൽ ഫിക്സ് ചെയ്തിട്ട് കലത്തിലെ പൈനിയറിൻ്റെ 3-വേ സ്പീക്കർ വെച്ചിട്ടാണ് അത് കേട്ടുകൊണ്ടിരുന്നത്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ് അത്. പഴയ തലമുറയിലുള്ള ആൾക്കാർക്ക് ഇത് പറയുമ്പോൾ എന്തുമാത്രം അതിൻ്റെ ഒരു ആസ്വാദന രീതി എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സിനിമ എന്നുള്ളത് കാലത്തിൻ്റെ ഒരു കാവ്യനീതി തന്നെയാണ്. കാരണം ഇപ്പോൾ ഉള്ള ചെറുപ്പക്കാർക്കും ഇപ്പോൾ ഉള്ള തലമുറയ്ക്കും ആസ്വദിക്കാനും എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ കല എന്തായിരുന്നു, നൃത്തരംഗങ്ങൾ എങ്ങനെയായിരുന്നു, കലാസംവിധാനം എങ്ങനെയായിരുന്നു, സംവിധാന മികവ് എങ്ങനെയായിരുന്നു, ഇതെല്ലാം നമുക്ക് ഈ ഒരു ചലച്ചിത്രത്തിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും. അഭ്രപാളികളിൽ സുവർണ ലിപികളിൽ എഴുതിച്ചേർത്ത ഒരു ദൃശ്യ വിസ്മയം തന്നെയാണ് മൈക്കിൾ എന്ന 2026 ഈ ലോക സിനിമ. ഉറപ്പായും നമ്മുടെ തലമുറയിലുള്ള പുതിയ കുട്ടികൾ ഈ സിനിമ ഉറപ്പായിട്ടും കാണണം. മുതിർന്നവരും വീണ്ടും കാലഘട്ടം ഓർമ്മിച്ചെടുക്കാനും ഇതേപോലുള്ള അതുല്യ കലാകാരനെ കുറിച്ച് ഓർമ്മകൾ റീകളക്ട് ചെയ്യാനും പറ്റുന്ന ഒരു നല്ലൊരു വേദി കൂടെയാണ്. എന്താണ് സംഗീത കല,
എന്താണ് നൃത്തകല, എന്താണ് സംഘാടന ശേഷി, കലാനിർമ്മാണ വൈഭവം, സംവിധാന മികവ് എന്നിവയെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രോജക്റ്റിലൂടെ, സ്റ്റേജ് പെർഫോമൻസിലൂടെ, അദ്ദേഹത്തിൻ്റെ ആൽബങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ടെക്നിക്കലി പെർഫെക്ഷനും സിനിമാ സംവിധാനവും ഹോളിവുഡ് മൂവി നിർമ്മിക്കുന്നത് ആ രീതിയിലുള്ള സാങ്കേതിക വിദ്യകളെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം ഈ ദൃശ്യവിസ്മയങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ സ്റ്റേജ് പെർഫോമൻസ് ആയിരുന്നാലും, മ്യൂസിക് വീഡിയോസ് ആയിരുന്നാലും, ലോകമാകമാനം കണ്ട അദ്ദേഹത്തിൻ്റെ മ്യൂസിക് ആൽബങ്ങളായിരുന്നാലും. മൈക്കിൾ ജാക്സൺ എന്ന അതുല്യ വിശ്വ പ്രതിഭയുടെ ആത്മാംശവും അദ്ദേഹത്തിൻ്റെ കലാംശവും എല്ലാം ഒപ്പിയെടുത്തു ഇതിൻ്റെ സംവിധായകൻ അന്റോണിയോ ഫുക്ക. അദ്ദേഹത്തിൻ്റെ സംവിധാന മികവ് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഈ ചിത്രത്തിൻ്റെ തിരക്കഥ നിർവഹിച്ചിരിക്കുന്നത് ലോകപ്രശസ്ത ചലച്ചിത്രങ്ങളായ ഗ്ലാഡിയേറ്റർ, ഏവിയേറ്റർ എന്നിവയ്ക്ക് തിരക്കഥ നിർവഹിച്ചിരിക്കുന്ന ജോൺ ലോഗനാണ് നമ്മുടെ ഈ മൈക്കിൾ എന്ന ചലച്ചിത്രത്തിനും തിരക്കഥ നിർവഹിച്ചിരിക്കുന്നത്. മൈക്കിൾ ജാക്സന്റെ തന്നെ കുടുംബാംഗവും ജർമൻ ജാക്സന്റെ മകനുമായ ജാഫർ ജാക്സനാണ് മൈക്കിൾ എന്ന വേഷം അതുല്യമായി നമ്മുടെ അപ്രവാളികളിൽ എത്തിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അർപ്പണ മനോഭാവവും അഭിനയത്തോടുള്ള ആത്മാർത്ഥതയും എല്ലാം നമുക്ക് ഈ സിനിമയിലൂടെ അടുത്തറിയാൻ സാധിക്കും. ഇത്രയും ഹൃദ്യമായി മൈക്കിൾ ജാക്സനെ അവതരിപ്പിക്കുക എന്നുള്ളത് ഒരു വലിയ ചലഞ്ചാണ് അദ്ദേഹം ഏറ്റെടുത്തത്. ഏകദേശം 3 വർഷത്തോളം ഇതിനായിട്ട് അദ്ദേഹം പരിശീലനങ്ങളും പ്രത്യേകിച്ച് നൃത്തരംഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം ഉൾക്കൊള്ളാനായിട്ട് അദ്ദേഹത്തിൻ്റെ മുറിയിൽ തന്നെ 2-3 മാസത്തോളം അദ്ദേഹം അടച്ചിരുന്ന് ഒറ്റയ്ക്ക് ആ റൂമിൽ താമസിക്കുകയൊക്കെ ചെയ്തു. ജാഫർ ജാക്സന്റെ അഭിനയത്തോടുള്ള ആത്മാർത്ഥതയും അദ്ദേഹത്തിൻ്റെ നൃത്തരംഗങ്ങളിലെ മികവും, എന്തുമാത്രം പരിശീലനവും ആത്മാർത്ഥതയും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിട്ടാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ മൈക്കിൾ എന്ന ചിത്രത്തിലൂടെ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. 2026 ഏപ്രിൽ 4 ഈ ചിത്രം റിലീസ് ചെയ്തത്. ഈ ചിത്രം റിലീസ് ചെയ്തിട്ട് ഏകദേശം 25 ദിവസത്തിലേറെയായി. ഇന്ത്യയിൽ നിന്ന് മാത്രം 72 കോടിക്ക് മുകളിൽ ഈ ചിത്രം ഇപ്പോൾ കളക്ട് ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷകരമായൊരു വസ്തുതയാണ്. കേരളത്തിലുള്ള ജനങ്ങളും ഇന്ത്യയിലുള്ള ജനങ്ങളും ഈ സിനിമയെ നെഞ്ചോട് ചേർത്ത് ഏറ്റെടുത്തു എന്നുള്ളതിനൊരു തെളിവ് തന്നെയാണ് ഇത്. മൈക്കിൾ ജാക്സൺ എന്ന കഥാപാത്രത്തെ എത്ര തന്മയത്തോട് കൂടെയാണ് ജാഫർ ജാക്സൺ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ ഈ സിനിമയിൽ ശ്രദ്ധേയമാണ്. സൂക്ഷ്മമായ ഭാവങ്ങൾ, അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കമായ ആ ചിരി, അദ്ദേഹം ഒരു കാര്യം അവതരിപ്പിക്കുന്നതിനുള്ള സംസാര ശൈലി, കലയോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം, നൃത്തരംഗങ്ങളിലെ അദ്ദേഹം കാഴ്ചവെക്കാറുള്ള മികവ്, ഇതിനെല്ലാം ഒരു റീക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ചലഞ്ച് തന്നെയാണ്. അതിന് എത്ര നല്ല രീതിയിൽ തന്നെയാണ് ജാഫർ ജാക്സൺ അത് അഭിനയിച്ച് ഫലിപ്പിച്ചിരിക്കുന്നുള്ളത് നമുക്ക് ഈ ചിത്രത്തിലൂടെ അടുത്തറിയാൻ സാധിക്കും. ചെറുപ്പകാലം മുതൽ അതികഠിനമായ പരിശീലനമായിരുന്നു മൈക്കിൾ ജാക്സനും ജാക്സൺ 5 എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരടങ്ങുന്ന മ്യൂസിക് ബാൻഡും പുലർത്തിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ് അതിൽ വളരെയധികം കണിച്ചതയുള്ള ഒരു പിതാവായിരുന്നു. തുടർച്ചയായ പരിശീലനവും തളർന്നു പോകുന്ന രീതിയിലുള്ള പരിശീലനം തന്നെയായിരുന്നു അവർ നടത്തിയിരുന്നത്. ഈ ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ മൈക്കിൾ ജാക്സനെ പോലെയുള്ള ഒരു കലാകാരനെ നൃത്തരംഗങ്ങളിലും ഗാനരംഗങ്ങളിലും അനുകരിക്കുക എന്നുള്ളത് തന്നെ വളരെ വലിയ ഒരു ചലഞ്ച് തന്നെയാണ്. ആ ഒരു കാര്യത്തിൽ നമ്മുടെ ജാഫർ ജാക്സൺ കൊടുത്തിരിക്കുന്ന ആത്മാർത്ഥതയും അദ്ദേഹത്തിൻ്റെ അർപ്പണ മനോഭാവവും നമ്മളൊന്ന് മനസ്സിലാക്കണം. കാരണം അത് അത്ര എളുപ്പമല്ല. ഇങ്ങനെയുള്ളൊരു അതുല്യ കലാകാരനെ അപ്രവാളികളിൽ അവതരിപ്പിക്കുക എന്നുള്ളത് തീർത്തും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ജോലി തന്നെയാണ്. ആ ഒരു കാര്യത്തിൽ ജാഫർ ജാക്സൺ 100% കൂടുതൽ മികവ് പുലർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളത്. ജാക്സൺ 5 എന്ന കുട്ടികളുടെ ഒരു മ്യൂസിക് ബാൻഡിൽ നിന്നും, ഒരു കുടുംബ ബാൻഡിൽ നിന്നും MJ എന്ന ലോകോത്തര ഒരു ബ്രാൻഡിലേക്ക്, സംഗീതത്തിൻ്റെ തന്നെ വ്യക്തിമുദ്രയായിട്ട് മാറിയ ഒരു ബ്രാൻഡിലേക്ക് അത് എങ്ങനെ എത്തപ്പെട്ടു എന്നുള്ളത് നമുക്ക് ഈ ചിത്രത്തിലൂടെ അടുത്തറിയാൻ സാധിക്കും. കല, സംഗീത, സിനിമാ രംഗത്തുള്ളവർക്ക് വരും നൂറ്റാണ്ടുകളിലേക്കുള്ള ഒരു ഉത്തേജനം കൂടെയാണ് ഈ ഒരു ലോക സിനിമ. നൃത്തരംഗങ്ങളിൽ സാമ്യം നിലനിർത്താനായിട്ട് ജാഫർ ജാക്സൺ തൻ്റെ ഇടുപ്പളവ് വളരെയധികം കുറച്ചിട്ടുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് കഠിനമായ പരിശീലന മുറകളാണ് അദ്ദേഹം പുലർത്തിയിരുന്നത്. അതിനാൽ അദ്ദേഹത്തിന് ആ നൃത്തരംഗങ്ങൾ കൂടുതൽ താതാത്മ്യം പ്രാപിക്കാനും നീതി പുലർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് നമുക്ക് ഈ ചിത്രത്തിലൂടെ വ്യക്തമാണ്. അതുപോലെ എങ്ങനെയാണ് പണ്ട് കാലങ്ങളിൽ മൈക്കിൾ ജാക്സൺ ഗാനരംഗങ്ങൾ ചിത്രീകരിച്ചിരുന്നത് എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു വസ്തുത തന്നെയാണ്. ആ ഒരു കൃത്യതയോടുകൂടി തന്നെ ഈ പുതിയ സിനിമയിലും ഇവയൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നു. ഗാനരംഗങ്ങൾ, പ്രത്യേകിച്ച് ഡാൻസ് രംഗങ്ങളും എല്ലാം എന്തുമാത്രം കൃത്യതയോടെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ ചിത്രത്തിലൂടെ അനുഭവിച്ചറിയാൻ സാധിക്കും. അതുപോലെ എടുത്തു പറയേണ്ട 2 ഘടകങ്ങൾ അതിൻ്റെ കലാനിർമ്മാണവും കോസ്റ്റ്യൂം ഡിസൈനൊക്കെയാണ്. കാരണം മൈക്കിൾ ജാക്സന്റെ തന്നെ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ചില വസ്ത്രങ്ങൾ ഉപയോഗിക്കാതെ ഇരുന്നിട്ടുണ്ട്. കാരണം അത് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണത്. ഈ ഒരു സിനിമയിൽ സിനിമാറ്റോഗ്രഫി അതിമനോഹരമായി നിർവഹിച്ചിരിക്കുന്നത് ഡിയോൺ ബിബി എന്ന അക്കാഡമി അവാർഡ് വിന്നിംഗ് സിനിമാറ്റോഗ്രാഫറാണ്. അദ്ദേഹം ചിക്കാഗോ പോലുള്ള മൂവികളിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് ഇതിനു മുന്നേ തെളിയിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ അതിമനോഹരമായ ഫോട്ടോഗ്രാഫി, സിനിമാറ്റോഗ്രഫി നമുക്ക് ഈ ചിത്രത്തിലൂടെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. ശ്രദ്ധേയമായി തോന്നിയ മറ്റൊരു കാര്യം,
സിനിമയിൽ ഉടനീളം പഴയ കാലഘട്ടം ഫോട്ടോഗ്രാഫി ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവർ കാണിച്ചിരിക്കുന്ന ഒരു കൃത്യത എന്ന് ഞാൻ ശ്രദ്ധിച്ചത്, പഴയ കാലങ്ങളിലുള്ള ഒരു ഫിലിം ഗ്രെയിൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പഴയ കാലഘട്ടത്തിൽ സിനിമ കാണുമ്പോൾ ഒരു ഗ്രെയിൻസ് വരാറുണ്ട് സിനിമകളിൽ. അത് ഇതിൽ മനഃപൂർവ്വമായിട്ട് ഇതിൽ പുനഃസൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ പഴയ കാലഘട്ടം കാണിക്കുന്നതിലേക്ക് എൻഹാൻസ് ചെയ്തു എന്ന് വേണം അത് പറയാനായിട്ട്. ഇക്കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ലൈവ് ഷോ നേരിട്ട് കണ്ടാൽ എങ്ങനെയായിരിക്കും നമുക്ക് അനുഭവപ്പെടുന്നത്, അതേ ഒരു അനുഭവമാണ്. സ്റ്റേഡിയത്തിലൊക്കെ വെച്ചിട്ടാണ് ഇദ്ദേഹം കൺസർട്ടുകളും അവതരിപ്പിക്കാറുള്ളത്. ആ ഒരു സ്റ്റേഡിയത്തിൽ ഒരാളായി നമ്മൾ അലിഞ്ഞ് മറന്നതാണ്. ആ ഒരു അനുഭവമാണ് എനിക്ക് പേഴ്സണലി അനുഭവപ്പെട്ടത്. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ എനിക്ക് വ്യക്തിപരമായിട്ട് പറയാൻ തോന്നിയ ഒരു ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സിനിമ നേരിട്ട് പോയി കണ്ട ഒരു വ്യക്തിയാണ്. ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കല വളരണമെന്നുണ്ടെങ്കിൽ അവന് അതിൻ്റെതായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടണം. ഒരു റെസ്ട്രിക്റ്റഡ് ആർട്ട് എന്ന് പറയുന്നത് എപ്പോഴും അതിനൊരു ഫ്രെയിമിനുള്ളിൽ ഒതുങ്ങിപ്പോകും. ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫ്രെയിമിനെയൊക്കെ ബ്രേക്ക് ചെയ്ത് ഒരു കലാകാരൻ വെളിയിൽ വന്ന് ലോകം മൊത്തം കീഴടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ഒരു മനോഹരമായിട്ടുള്ള ഈ ചിത്രത്തിലൂടെ അനുഭവിക്കാൻ സാധിക്കുന്നത്. കലാകാരൻ അയാളുടെ കല തേച്ച് മെനുക്കാനായിട്ട് ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. അത് ഈ സിനിമയിൽ വ്യക്തമാവുന്നുണ്ട്. പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. എന്തുമാത്രം കഷ്ടപ്പാടും പരിശീലനവും നേടിയിട്ടായിരിക്കും മൈക്കിൾ ജാക്സൺ എന്നൊരു വ്യക്തി ഈ ഒരു രീതിയിലുള്ള കലാനിർമ്മാണ ശേഷി നമ്മളൊന്ന് മനസ്സിലാക്കണം. പുതിയ തലമുറയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഡെഡിക്കേഷൻ, അദ്ദേഹത്തിൻ്റെ നിരന്തരമായ പരിശീലനം, അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയോടെയുള്ള കാവ്യശൈലി, അതേപോലെ നൃത്തശൈലി, സംവിധാന ശൈലി, എങ്ങനെ ഒരു സംഗീതത്തിനെ ഒരു നല്ലൊരു പ്രോഡക്റ്റാക്കി എങ്ങനെ അതിനെ ലോകം മൊത്തം സെല്ല് ചെയ്തു, ഇതൊക്കെ ഇതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന സിനിമ കൂടെയാണിത്. തീർച്ചയായും ഈ ഒരു സിനിമ പുതിയൊരു തലമുറയ്ക്ക് ഒരു മോട്ടിവേഷൻ തന്നെയാണ്. എങ്ങനെയാണ് ഒരു കലാകാരൻ കലയെ സമീപിക്കേണ്ടത്, അതിൻ്റെ അത്യുന്നതങ്ങളിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെടേണ്ടത്, എങ്ങനെയാണ് അതിന് പിന്നിലുള്ള കച്ചവടവും കലയും തമ്മിൽ മിക്സ് ചെയ്ത് ഇത്രയും നന്നായിട്ട് വിജയം എത്തിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു നേർരേഖയാണ് മൈക്കിൾ ജാക്സന്റെ ഈ ഒരു മൈക്കിൾ 2026 എന്ന നമ്മുടെ ഈ ചലച്ചിത്രം. ഉറപ്പായിട്ടും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി ഈ സിനിമ കാണണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കണ്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം, അതിനും മറക്കരുത്.